രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത ഉടനെ പൊന്നുവിന് മുടി കെട്ടണം. അപ്പം ഞാൻ രാവിലെ ആയതുകൊണ്ട് ചീപ്പൊന്നും എടുക്കാതെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് കോതി കെട്ടിയതാണ്. അപ്പോൾ കെട്ടിക്കഴിഞ്ഞപ്പോൾ പലതരം പരാതികളാണ്. അവിടെ പൊങ്ങിയിരിക്കുന്നു, ഇവിടെ താന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്ത കെട്ടി ശരിയായില്ലെന്നും പറഞ്ഞ് രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ വേഗം പോയി നമ്മുടെ ഫ്രണ്ടൊക്കെ ഒന്ന് തൂത്തിട്ട്, നമുക്കിവിടെ മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചവറൊന്നും ഉണ്ടാവില്ല. പക്ഷേ റോഡിൽ നിന്ന് കാറ്റടിച്ച് കയറുന്ന ചെറിയ ചെറിയ ചവറുകളുണ്ടാവും. പിന്നെ ഇൻ്റർലോക്കിനകത്ത് ചെറിയ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കുറേ ചൂലുകൾ മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കിയിട്ട് അവസാനം ഈ ഒരു ചൂല് വെച്ച് തൂക്കുമ്പോഴാണ് പിന്നെ കുറച്ചെങ്കിലും മണ്ണ് മാറി കിട്ടുന്നത്. അങ്ങനെ അവിടെ മൊത്തം തൂത്തിടുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൊന്നു ഇവിടെ പൊന്നിൻ്റെ ട്രൈ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ ഹൗസ് ഓണർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം കുറേ 10 മണിയൊക്കെ ആയിരുന്നു നട്ടിരുന്നത്. അപ്പോൾ 10 മണി വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് അതിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് മാറ്റി നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 10 മണിയിൽ എന്തോ ഒരു ചെറിയ ഫംഗസ് പോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനതെല്ലാം പറിച്ച് കളഞ്ഞു. ഞാനിത് കൂടുതൽ ഉപയോഗിക്കുന്നത് പച്ചക്കറിയുടെ എന്തെങ്കിലുമൊക്കെ തൈയൊക്കെ മുളപ്പിച്ചെടുക്കാനായിട്ട്. അതിനാണ് എനിക്കിത് കൂടുതലായിട്ട് ഉപയോഗമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറിയ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പൊന്നൂൻ്റെ ഓട്ടോമേറ്റ്സ് അതിലേ പോകുന്നുണ്ട്. പൊന്നു ഓട്ടോമേറ്റ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. അത് കല്ലു പൊന്നുൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ കല്ലു ട്യൂഷന് പോകുന്നത് കണ്ടുകൊണ്ട് പൊന്നു ടാറ്റയൊക്കെ കൊടുത്ത് വിടുന്നുണ്ട്. ബാക്കി ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഞാൻ റാഗി ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് അത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ രാവിലെ എന്നും പോയി ഉമ്മാനെ കാണുന്ന ഒരു പതിവാണ്. അങ്ങനെ നേരെ അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ ആദ്യം തന്നെ റോക്കി പോണു. പിന്നെ സുട്ടപ്പനെ കണ്ടു. സുട്ടപ്പൻ രാവിലെ TV കാണുന്ന തിരക്കിലാണ്. അത് കാരണം അവന് വലിയ മൈൻഡൊന്നുമില്ല. പിന്നെ അടുത്തത് നമ്മുടെ ഇച്ചുമ്മ നടക്കാൻ പോകാനായിട്ട് ചെരുപ്പിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അവരെല്ലാം കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും പൊന്നു ഇരുന്ന് ദോശ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കാനായിട്ട് ചോറും പയറുകറിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സുട്ടപ്പനും പൊന്നും കൂടെ തായ്ക്കൊണ്ടോ ക്ലാസ്സിന് പോകാൻ കേട്ടോ. മുത്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ടാറ്റയൊക്കെ തന്ന് പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരാൾ ഉമ്മയൊക്കെ കൊടുത്തൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് രാവിലെ നമ്മുടെ എലിപ്പെട്ടിയിലൊരു എലി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചു ആ എലീനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇച്ചു ആദ്യമായിട്ടാണ് എലീനെ കാണുന്നത്. അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ മാറി നിന്നൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ വൈകുന്നേരം തായ്ക്കൊണ്ടോ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ആൾ വന്നു. ഇന്ന് പഠിപ്പിച്ച് തന്നൊക്കെ എല്ലാവരെയും കാണിച്ചു തരുവാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പ കൊണ്ടുവന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുന്തിരി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. മാങ്ങ കഴിച്ചു. അപ്പോൾ പൊന്നിന് കിട്ടിയ സ്റ്റിക്കറൊക്കെ എന്നെ കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞ് പൊന്നു മദ്രസയിലേക്കുള്ള കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കും. ഉച്ചക്കത്തെ ഫുഡ് തന്നെ ആയിരിക്കും വൈകിട്ട്. അതും കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറിക്കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.